ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന സ്കാറ്ററിംഗ് ആയിരുന്നു. സെൻട്രൽ ഫോഴ്സ് ഫീൽഡിലുള്ള സ്കാറ്ററിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ലാസ്റ്റ് ഭാഗം നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സ്കാറ്ററിംഗ് പ്രോബ്ലം ടു ലബോറട്ടറി കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ സ്കാറ്ററിംഗ് പ്രോബ്ലം ലബോറട്ടറി കോർഡിനേറ്റ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മീൻസ് ലബോറട്ടറിയിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സ്കാറ്ററിംഗ് ആംഗിളും ദെൻ റിയലി സെൻട്രൽ ഫോഴ്സ് ഫീൽഡിൽ ഉണ്ടാകുന്ന സ്കാറ്ററിംഗ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഒരു പാർട്ടിക്കിൾസ് വന്ന് ഒരു ഫിക്സഡ് ടാർഗറ്റിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടാണ് കറസ്പോണ്ടിങ് സ്കാറ്ററിങ് നടന്നത്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഒരു വൺ ബോഡി ടൈപ്പ് പ്രോബ്ലം ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് വൺ പാർട്ടിക്കിൾസ് ഗെറ്റ്സ് ഹിറ്റ് അതിൻ്റെ ഫിക്സഡ് ടാർഗറ്റ്. അപ്പം ആക്ച്വൽ കേസിൽ എന്തായിരിക്കില്ല, ഈ സ്കാറ്ററിങ് എപ്പോഴും ഒരു വൺ ബോഡി പ്രോബ്ലം അല്ല, മിക്കവാറും ടു ബോഡീസ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദ കേസ് സ്കാറ്ററിങ് ഇൻവോൾവ്സ് ടു ബോഡീസ് ലൈക്ക് ഇൻ റുദർഫോർഡ് സ്കാറ്ററിംഗ്. റുദർഫോർഡ് സ്കാറ്ററിങ്ങിലാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ട്. ദെൻ ആൽഫ പാർട്ടിക്കിൾസ് നമ്മൾ ടാർഗറ്റ് ഗോൾഡ് കോയിലായിരുന്നു. ഗോൾഡ് കോയിൽ വിച്ച് ഈസ് അറ്റോമിക് ന്യൂക്ലിയസ് ആയിരുന്നു ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പം അറ്റോമിക് ന്യൂക്ലിയസിലേക്കുമ്പോൾ ഈ സെക്കൻഡ് മാസ് ഈ ഗോൾഡ് ഫോയിൽ എന്തെയില്ല, ഫിക്സ് ചെയ്തതല്ല. ദർ ഇസ് എ സംതിങ് റീകോയിൽ വെലോസിറ്റി ഫോർ ദ അറ്റോമിക് ന്യൂക്ലിയസ് ഓഫ് ദ ഓർ ഫോർ ഗോൾഡ് ഫോയിൽ. അപ്പം അവിടെ നമ്മുടെ അതിൻ്റെ മാസ് M2 ആയിട്ടും കൺസിഡർ ചെയ്യണം. ദെൻ ദ സെക്കൻഡ് പാർട്ടിക്കിൾ M2 വിച്ച് ഈസ് നോട്ട് എ ഫിക്സഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി റീകോയിൽ ഫ്രം ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ടു ബോഡി പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ സ്കാറ്ററിങ് നമ്മൾ ഡീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ സെൻട്രൽ ഫോഴ്സിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടു ബോഡി പ്രോബ്ലത്തിന് നമുക്ക് വേണമെങ്കിൽ വൺ ബോഡി പ്രോബ്ലം ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാം. അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ട് നമ്മൾ കെപ്ലർസ് ലോ പറഞ്ഞിരുന്നു, യൂസിങ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്തായിരുന്നു? സം V is equal to V dash plus V dash എന്തായിരുന്നു? K/R പ്ലസ് L²/2mr². ഈ ഒരു ടേം പറഞ്ഞാൽ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ. ഈ ഒരു എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു കെപ്ലറെ പ്രോബ്ലം അല്ലെങ്കിൽ പ്ലാനറ്ററി എപ്പോഴും എന്താണ്? ടു ബോഡിയാണ്. ഒരു പ്ലാനറ്റും ഒരു സണ്ണും ഉണ്ട്. സണ്ണിന് അറൗണ്ട് ആയിട്ടാണ് പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടു ബോഡി പ്രോബ്ലം ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു വൺ ബോഡി പ്രോബ്ലം ബൈ ചൂസിങ് എഫക്റ്റീവ് പൊട്ടൻഷ്യൽ. സിമിലർലി സ്കാറ്ററിങ്ങിൻ്റെ കേസിൽ നമുക്ക് ടു ബോഡി പ്രോബ്ലം വൺ ബോഡി പ്രോബ്ലം ആക്കാം ബൈ യൂസിങ് എങ്ങനെ? ഒരു ചെറിയ ചേഞ്ച് വരുത്താൽ മതി. കാരണം ടു ബോഡി പ്രോബ്ലം ആകുമ്പോൾ അതിന് M1 M2 പറഞ്ഞാൽ 2 മാസ് ഉണ്ടാവും. ഈ 2 മാസ് റെഡ്യൂസ്ഡ് മാസ് മ്യൂ ഓർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വാട്ട് ഓർ ബീറ്റ്സ്. ഈ M1 M2 എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് റെഡ്യൂസ്ഡ് മാസിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്താൽ മ്യൂ ആണ് റെഡ്യൂസ്ഡ് മാസിനെ ജനറലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ചില ടെക്സ്റ്റിൽ M എന്നും കാണാം, നമുക്ക് മ്യൂ ആണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പം മ്യൂ എന്നുള്ള റെഡ്യൂസ്ഡ് മാസിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്താൽ വി ക്യാൻ ചേഞ്ച് അവർ ടു ബോഡി സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം ഇൻ ടു വൺ ബോഡി പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മൾ ചെറിയ കുറച്ച് നൊട്ടേഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ തീറ്റ എന്ന് ജനറലായിട്ടാണ് എടുത്തത്. ഇവിടെ സ്മോൾ തീറ്റയും നമുക്ക് കൺസിഡർ ചെയ്യണം, ക്യാപിറ്റൽ തീറ്റയും കൺസിഡർ ചെയ്യണം. സ്മോൾ തീറ്റ, ക്യാപിറ്റൽ തീറ്റ. അപ്പം നിങ്ങളുടെ ഒരു രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രൂപത്തിൽ നിങ്ങൾ നൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ സ്മോൾ തീറ്റ പറഞ്ഞാൽ എന്തായിരിക്കും? ലബോറട്ടറിയിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സ്കാറ്ററിംഗ് ആംഗിളാണ് എന്ത്? സ്മോൾ തീറ്റ. That is, small theta is the angle between the final and incident direction of the scattered particle in the laboratory coordinates. And capital theta എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച് പറയാം. അപ്പോൾ ലബോറട്ടറി ഫ്രെയിമിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ വരികയാണ്. ദെൻ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ റിപ്പൾസീവ് സ്കാറ്ററിംഗ്. സോ വിച്ച് വിൽ ബി യൂസിങ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് വെച്ചിട്ട് ഇതെന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്ത് പോകും. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുക വെച്ചാൽ ഇൻസിഡൻറ്റ് ഡയറക്ഷൻ ഇതാണ്, ഇതിൻ്റെ സ്കാറ്റേർഡ് ഡയറക്ഷൻ ഇതാണ് എന്ത്? സ്മോൾ തീറ്റ. ദാറ്റ് ഈസ് സ്കാറ്ററിംഗ് ആംഗിൾ ഇൻ ലബോറട്ടറി കോർഡിനേറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ സെൻറ്റർ ഓഫ് കോർഡിനേറ്റ്സിൽ അല്ലെങ്കിൽ വൺ ബോഡി പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കേസിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ റെഡ്യൂസ്ഡ് മാസ് യൂസ് ചെയ്തൊക്കെ വൺ ബോഡി പ്രോബ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം ഇത് ടു ബോഡി പ്രോബ്ലം ആണല്ലോ. ദാറ്റ് ഈസ് ഈ പാർട്ടിക്കിൾ ഡയറക്റ്റ് ചെയ്ത് പോകുന്ന ഡയറക്ഷനാണ് ഈ കാണുന്നത്. then ഞാൻ പറഞ്ഞു ടാർജറ്റ് എന്ത് ചെയ്യും? ദർ മേ ബി ചാൻസ് ഫോർ റീകോയിലിംഗ്. ആ റീകോയിലിങ്ങിൻ്റെ ഡയറക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് തമ്മിലുണ്ടാക്കുന്ന റിലേറ്റീവ് വെക്ടറാണ് ഇത്, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് വിത്ത് എ സ്മോൾ ലെറ്റർ R. ഈസ് എ
ആർ ഇസ് ദ റിലേറ്റീവ് വെക്റ്റർ ഓഫ് ദീസ് ടു. ഈ രണ്ടിൻ്റെ റിലേറ്റീവ് വെക്ടറാണ് എന്ത്, ദാറ്റ് ഈസ് ഈ ഒരു ഡയറക്ഷൻ. അങ്ങനെ പോയിട്ട് ഇതിൻ്റെ റിലേറ്റീവ് വെക്ടർ നമ്മൾ ആർ എന്ന് പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഈ റിലേറ്റീവ് വെക്ടറും ഇൻസിഡൻറ്റ് ഡയറക്ഷനും ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, ക്യാപിറ്റൽ തീറ്റ. ദാറ്റ് ഈസ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് ദ റിലേറ്റീവ് വെക്ടർ between the two particles in the center of mass coordinates. In the center of mass coordinates, center of mass coordinates പറഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുന്നത്, ഈ രണ്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ അത് സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിത് സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ്സിൽ എടുക്കുന്നത്. അപ്പം ഈ രണ്ട് തീറ്റയും സ്മോൾ തീറ്റയും തമ്മിൽ നിങ്ങൾക്കുള്ള ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ സ്മോൾ തീറ്റയും ക്യാപിറ്റൽ തീറ്റയും ഈക്വൽ ആവുന്ന ഒരു കേസ് എപ്പോഴായിരിക്കും, അപ്പം സ്മോൾ തീറ്റയും ക്യാപിറ്റൽ തീറ്റയും ഈക്വൽ ആവുന്ന കേസ്, ദാറ്റ് ഈസ് ഈ ഒരു പാത്തില്ലെങ്കിൽ എന്തായിരിക്കും, ഈ ആംഗിള് ഇതും എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ ഒരു പാത്തില്ല മീൻസ് ഈ ടാർജറ്റ് എന്താണ്, റെസ്റ്റിലാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു റീകോയിലിംഗ് ഇല്ലെങ്കിൽ, സെക്കൻഡ് പാർട്ടിക്കിൾ ഇനീഷ്യലി റെസ്റ്റ് പോലെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. When the second particle remains stationary, then these two angles, small theta and capital theta, should be equal. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഇക്വൽ ആൻഡ് വൺ ബോഡി പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഈ രണ്ട് ആംഗിൾ സ്കാറ്ററിങ് ആംഗിൾസായ ക്യാപിറ്റൽ തീറ്റയും സ്മോൾ തീറ്റയും തമ്മിലുള്ള റിലേഷൻസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്ന് സെൻറ്റർ ഓഫ് മാസിലുള്ള സ്കാറ്ററിങ് ആംഗിളും ഒന്ന് ലബോറട്ടറി കോർഡിനേറ്റ്സിലുള്ള സ്കാറ്ററിങ് ആംഗിളുമാണ് എന്ന് പറഞ്ഞു. അത് തമ്മിൽ ഈക്വൽ ആവുന്ന കേസ് പറഞ്ഞു. അപ്പം ഇവിടെ ചെക്ക് ചെയ്യാം, ഈ രണ്ട് കേസിലും എങ്ങനെ സ്കാറ്ററിങ് നടക്കുന്നു എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് സ്കാറ്ററിങ് ആംഗിളും അത് തമ്മിലുള്ള റിലേഷനും കേസ്. അപ്പം ഈ കേസിൽ നമ്മുടെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം 0 ആയിരിക്കും. ബിക്കോസ് ഈ രണ്ട് പാർട്ടിക്കിൾസും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഈക്വൽ ദ ടു പാർട്ടിക്കിൾസ്, ഈ പാർട്ടിക്കിൾസ് ഇങ്ങോട്ടാണെങ്കിൽ റീകോയിൽ ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റുദർഫോർഡ് സ്കാറ്ററിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങോട്ടും ആറ്റോമിക് ന്യൂക്ലിയസ് ഇങ്ങോട്ടുമാണ് റീകോയിൽ ചെയ്യുന്നതിൽ ബോത്ത് ദ കേസ് ആവ് ലീനിയർ മൊമെൻറ്റം ഈസ് 0 ബിക്കോസ് ദ ടു പാർട്ടിക്കിൾസ് മൂവ്സ് വിത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റം. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാം. ദെൻ നമുക്കിനി ഇത് തമ്മിലുള്ള റിലേഷൻസ് നോക്കാം. ഈ റിലേഷൻ, അതായത് ഈ ക്യാപിറ്റൽ തീറ്റയും സ്മോൾ തീറ്റയും തമ്മിലുള്ള റിലേഷൻ കിട്ടിയാൽ നമുക്ക് എന്താണ്, നമുക്കതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പ്രോബ്ലത്തിൽ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് ലബോറട്ടറി സിസ്റ്റത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ കിട്ടും. ഓക്കെ, സോ റിലേഷൻ ബിറ്റ്വീൻ സ്മോൾ തീറ്റ ആൻഡ് ക്യാപിറ്റൽ തീറ്റ. അപ്പം ഈ ഒരു സ്കാറ്ററിങ്ങിൽ സെൻറ്റർ ഓഫ് മാസ് എന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് കാണാൻ വരുന്നത്, ആദ്യം ഇനീഷ്യലി എന്താണ്, ഈ ഒരു മാസ് റെസ്റ്റ് ആയിരിക്കും. സ്കാറ്ററിങ് ഈ ഒരു പാർട്ടിക്കിൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഈ പാർട്ടിക്കിൾ ഇനീഷ്യൽ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് മാസിലുള്ള ഒരാൾക്ക് ഒബ്സർവ് ചെയ്യുന്ന ജസ്റ്റ് സ്കാറ്ററിങ് ഇമേജാണിത്, വിച്ച് ഈസ് ഇത് രണ്ട് എന്താണ് ക്യാപിറ്റൽ തീറ്റ. സെൻറ്റർ ഓഫ് മാസിലുള്ള സ്കാറ്ററിങ് ആംഗിളാണ് എന്ത്, ക്യാപിറ്റൽ തീറ്റ. അപ്പോൾ നമുക്ക് കുറച്ച് നൊട്ടേഷൻസ് കൺസിഡർ ചെയ്യാനുണ്ട്, അതെന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് 3 വെക്റ്റേഴ്സ്, 3 മീൻസ് പൊസിഷനിൽ 3ഉം വെലോസിറ്റിയിൽ 3ഉം ടോട്ടൽ 6 വെക്റ്റേഴ്സ് റെപ്രസെൻ്റ് ചെയ്യണം. അതിൽ ഈ R1 ഫസ്റ്റ് ഞാൻ പറഞ്ഞ R1 V1 പറയുന്നത് എന്താണ്, ആർ ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്റ്റേഴ്സ് ആണ്. ആർ ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്റ്റേഴ്സ് ആഫ്റ്റർ സ്കാറ്ററിങ്. സ്കാറ്ററിങ് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ വെക്ടറും വെലോസിറ്റി വെക്ടറും ആണ് എന്ത്, R1 V1 ഓഫ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ, ഓഫ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ M1, of the incident particle M1 in the laboratory system. അപ്പോൾ ശ്രദ്ധിക്കുക, R1 V1 എന്ന് പറയുന്നത് ലാബ് സിസ്റ്റത്തിലുള്ളതാണ്. എഗെയിൻ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെതാണ്. എഗെയിൻ ആഫ്റ്റർ സ്കാറ്ററിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ R1 ഡാഷും V1 ഡാഷും എഗെയിൻ എന്താണ്, പൊസിഷൻ ആൻഡ് വെലോസിറ്റി വെക്ടറാണ്. ആഫ്റ്റർ സ്കാറ്ററിംഗ് തന്നെയാണ് പറയുന്നത്. ഓഫ് പാർട്ടിക്കിൾ M1 തന്നെയാണ് ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റം. ഇത് ലാബ് സിസ്റ്റത്തിലാണെങ്കിൽ ഇതെന്താണ്, സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിലുള്ള
പ്രൈം വരുന്നത് സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിലുള്ളത്. ഇനി നെക്സ്റ്റ് ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വിയും. ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വിയും അഗെയിൻ എന്താണ്, ആർ ദ പൊസിഷൻ വെക്ടർ ആൻഡ് വെലോസിറ്റി വെക്ടർ. ഈ വെലോസിറ്റി വെക്ടർ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ പറഞ്ഞല്ലോ സെൻറ്റർ ഓഫ് മാസ് പ്രൈം എന്ന് നമ്മൾ നോക്കുമ്പം അത് ലീനിയർ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇൻ ദ സെൻറ്റർ ഓഫ് മാസ്. അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ ആറും വിയും നമ്മളത് എവിടെ നിന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്, ലബോറട്ടറി സിസ്റ്റം. ലാബ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടറാണ് ക്യാപിറ്റൽ ആർ, വെലോസിറ്റി വെക്ടറാണ് വി, വെർ വി ഈസ് ദ കോൺസ്റ്റൻറ്റ് 1. ഓക്കെ, അപ്പം നമുക്ക് അറ്റ് എ ടൈം ഈ ആറും R1ഉം R1' തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടും. അപ്പം R1 = നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? ലാബ് സിസ്റ്റത്തിലുള്ള പൊസിഷൻ വെക്ടർ പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ പ്ലസ് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് R1 = ദാറ്റ് ഈസ് ലാബ് സിസ്റ്റത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പൊസിഷൻ വെക്ടർ പറഞ്ഞാൽ അഗെയിൻ ലാബ് സിസ്റ്റത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ പ്ലസ് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ, സെൻറ്റർ ഓഫ് മാസിലെ സിസ്റ്റത്തിലെ പാർട്ടിക്കിളിലെ പൊസിഷൻ വെക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് R1 = ക്യാപിറ്റൽ R പ്ലസ് R1'. കറസ്പോണ്ടിങ് നമുക്ക് V1 എങ്ങനെ എഴുതാം? ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി വി ക്യാൻ റൈറ്റ് V1 = V പ്ലസ് V1'. അത് വേണമെങ്കിൽ ഒന്ന് പിക്ചോറിക്കലി ഒന്ന് നോക്കാം. അതായത് V1 എന്ന് പറയുന്നത് എന്താണ്, ഈസ് ദ വെലോസിറ്റി ഓഫ് ഇൻ ലബോറട്ടറി സിസ്റ്റത്തിലല്ലേ. അപ്പോൾ ലബോറട്ടറി സിസ്റ്റത്തിൽ കറസ്പോണ്ടിങ് ഇതാണ് V1 എങ്കിൽ, അതായത് V1 മീൻസ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണെങ്കിൽ, ഇത് ഇൻസിഡൻറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇത് തമ്മിലുള്ള ആംഗിളാണ് എന്ത്, സ്മോൾ തീറ്റ, ഈസ് ദ സ്മോൾ തീറ്റ. ദെൻ V1' ആണ് ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത്. V1' പറഞ്ഞാൽ എന്താണ്, സെൻറ്റർ ഓഫ് മാസ് സിസ്റ്റത്തിലുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. ദെൻ V1' = ഇൻസിഡൻറ്റ് ഡയറക്ഷൻ ഇതാണെങ്കിൽ വിച്ച് ഈസ് ക്യാപിറ്റൽ തീറ്റ ഈസ് ദ സ്കാറ്ററിങ് ആംഗിൾ ഇൻ ദ സെൻറ്റർ ഓഫ് മാസ് കോർഡിനേറ്റ്സ്. ഓക്കെ, ഇത് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി മീൻസ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി V ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് അഗെയിൻ എങ്ങനെ എഴുതാം? V1 = അതായത് യൂസിങ് ട്രയാങ്കുലർ ലോ V1' പ്ലസ് V = ഇത് ക്യാപിറ്റൽ V ആണ്. V1' പ്ലസ് ക്യാപിറ്റൽ V = V1. ദാറ്റ് ഈസ് V1 = V പ്ലസ് V1'. ഓക്കെ, ഇനി നമുക്ക് വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ V കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസിങ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ V എന്ന് പറയുന്നത് എന്താണ്, ആഫ്റ്റർ സ്കാറ്ററിങ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ആ തമ്മിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പം നമ്മൾ ലബോറട്ടറി കോർഡിനേറ്റ്സിൽ കൺസിഡർ ചെയ്യുക. ലബോറട്ടറി കോർഡിനേറ്റ്സിൽ ഒരു പാർട്ടിക്കിൾ എന്താണ്, റെസ്റ്റ് ആണ്. സെക്കൻഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ടാർജറ്റ് എന്താണ്, റെസ്റ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ, അതായത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ 1, അതായത് വരുന്ന ടാർജറ്റ് അല്ലാതെ മറ്റേ പാർട്ടിക്കിൾസ് ലൈക്ക് ആൽഫ പാർട്ടിക്കിൾസ്. ടാർജറ്റ് ഇനീഷ്യലി സ്റ്റേഷനറി ആണ് നമ്മൾ അസ്യൂം ചെയ്യുക ഇൻ ദ ലബോറട്ടറി സിസ്റ്റം. സെൻറ്റർ ഓഫ് മാസിലാണ് അത് മൂവ് ചെയ്യുക, ലബോറട്ടറിയിലെ ടാർജറ്റ് എന്താണ്, സ്റ്റേഷനറി ആണ്. അപ്പം V0 നമ്മൾ ചൂസ് ചെയ്യുക ഈസ് ദ ഇനീഷ്യൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, ഓർ V0 ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, ഇൻസിഡൻറ്റ് വെലോസിറ്റി. ലബോറട്ടറി സിസ്റ്റത്തിലെ പാർട്ടിക്കിൾ 1ൻ്റെ ഇൻസിഡൻറ്റ് വെലോസിറ്റിയാണ് എന്ത്, V0. അപ്പം അത് തന്നെ എന്തായിരിക്കും അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ ടോട്ടൽ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം നോക്കുമ്പോൾ പാർട്ടിക്കിൾ 1ൻ്റെ മാസ് m1 ആണെങ്കിൽ m1 അതിന് കറസ്പോണ്ടിങ് മൊമെൻറ്റം, സ്കാറ്ററിങ് നടക്കുന്നതിന് മുന്നേയുള്ള മൊമെൻറ്റം എന്താണ്, m1 V0 അല്ലേ, m1 V0, m1 സ്മോൾ V0 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ് ക്യാപിറ്റൽ V. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പാർട്ടിക്കിളും ഉണ്ടാവും. ദാറ്റ് ഈസ് m1 പ്ലസ് m2, V ഇൻറ്റു m1 പ്ലസ് m2 വിച്ച് ഈസ് ഈക്വൽ ടു m1 V0. ഇതിൽ നിന്ന് V ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, V is equal to we get m1 divided by m1 plus m2 V0. ഓക്കെ, നമുക്ക് ഈ V ഇൻ ടേംസ് ഓഫ് റെഡ്യൂസ്ഡ് മാസിൻ്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യണം. റെഡ്യൂസ്ഡ് മാസ് മ്യൂ ഈസ് ഈക്വൽ ടു വി ഗെറ്റ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു m1 ഇവിടെ ഉണ്ട്, m2 ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ ദിസ് ക്യാൻ റിട്ടേൺ ആസ്, വി ക്യാൻ റിട്ടേൺ ആസ് ഇൻ ടേംസ് ഓഫ് റെഡ്യൂസ്ഡ് മാസ്. ദെൻ ഈ റൈറ്റ് V is equal to mu V0 ഡിവൈഡഡ് ബൈ എന്താണ് അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തെടുക്കുന്നത് m2. അപ്പോൾ നമ്മൾ m2 എന്ത് ചെയ്യുക,
ഡിവൈഡ് ചെയ്യുക. വി ഈസ് ഈക്വൽ ടു മ്യൂ V0 ഡിവൈഡഡ് ബൈ M2, where mu is the reduced mass and its expression as M1 M2 divided by M1 plus M2. ഓക്കെ അപ്പോൾ ആ ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ എടുത്ത് വരച്ചു. ദെൻ വി ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ ബൈ M2 V0. ഓക്കെ അല്ലേ? ഈ വി എന്ന് പറയുന്നത് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി ഓർ ദ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഫിഗറിന് നമുക്ക് ജസ്റ്റ് ചില റിലേഷൻ കിട്ടും. ഫസ്റ്റ് വൺ, ഈ രണ്ടിലും V1ൻ്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് സ്മോൾ തീറ്റൻ്റെയും ക്യാപിറ്റൽ തീറ്റൻ്റെയും ടേമിൽ എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ആക്ച്വലി എന്താണ് V1 സൈൻ തീറ്റ ആൻഡ് V1 ഡാഷ് സൈൻ തീറ്റ എന്താണെന്ന് നോക്കാം. അപ്പോൾ V1 സൈൻ തീറ്റ എന്ത് വരും? ഓക്കെ, നമ്മൾ സൈൻ തീറ്റയും സൈൻ ക്യാപിറ്റൽ തീറ്റയും വരുമ്പോൾ രണ്ടിലും ഹൈപ്പോട്ടന്യൂസ് എന്താണ്, കോമൺ ആയിട്ടാണ് വരിക. അപ്പം ആ റിലേഷൻ നമുക്ക് എന്ത് കിട്ടും? V1 സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു V1 ഡാഷ് സൈൻ തീറ്റ. ഓക്കെ അല്ലേ? V1 സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു V1 ഡാഷ് സൈൻ തീറ്റ. സിമിലർലി നമ്മൾ കോസിൻ്റെ ടേമിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് V1 കോസ് തീറ്റ നോക്കാം. V1 കോസ് തീറ്റ ആക്ച്വലി എന്ത് വരും? V1 കോസ് തീറ്റ പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എന്താണ്, അതായത് ഈ ഒരു ടേമിനെ കൺസിഡർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് V1 സൈൻ തീറ്റ, ഇതും V1 ഡാഷ് സൈൻ തീറ്റയും ഈ ഒരു ഡിസ്റ്റൻസാണ്. V1 സൈൻ തീറ്റ പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസാണ്. അഗൈൻ V1 ഡാഷ് സൈൻ ക്യാപിറ്റൽ തീറ്റയും ഈ ഡിസ്റ്റൻസാണ്. ഇനി കോസ് തീറ്റൻ്റെ ടേമിൽ വരുമ്പോൾ V1 കോസ് തീറ്റ വരുമ്പോൾ എന്ത് വരും? V1 കോസ് തീറ്റ പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ടേം വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? V1 ഡാഷ് കോസ് ക്യാപിറ്റൽ തീറ്റ പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസും കൂടെ വരും. ഓക്കെ അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് V1 കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു V1 ഡാഷ് കോസ് ക്യാപിറ്റൽ തീറ്റ. കോസ് ക്യാപിറ്റൽ തീറ്റ കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഡിസ്റ്റൻസ് വരും. ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ പ്ലസ് V, ദാറ്റ് ഈസ് ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് V1 ഡാഷ് പ്ലസ് V ഈസ് ഈക്വൽ ടു V1. അത് ആ ഒരു റിലേഷൻ തന്നെ നമുക്ക് ഇത് കിട്ടും. V1 കോസ് തീറ്റ ഈസ് ഈക്വൽ ടു V1 ഡാഷ് കോസ് ക്യാപിറ്റൽ തീറ്റ പ്ലസ് V. ഓക്കെ, ഈ രണ്ട് റിലേഷനും നമുക്ക് ടാൻ തീറ്റ, ഈ രണ്ട് ഇക്വേഷനും നമുക്ക് എന്ത് കിട്ടാം? ടാൻ തീറ്റ ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ V1 ക്യാൻസൽ ആവും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഓക്കെ, അപ്പോൾ നമുക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? V1 ഡാഷ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ V1 ഡാഷ് കോസ് തീറ്റ പ്ലസ് V. വിൻ്റെ വാല്യൂ കൊടുക്കുക. വിത്ത് V1 ഡാഷ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് മ്യൂ V0 ഡിവൈഡഡ് ബൈ M2 V ഡാഷ്. പുട്ട് മ്യൂ V0 M2 V ഡാഷ് എസ് റോ, ദെൻ വി ഗെറ്റ് റോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ക്യാപിറ്റൽ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ പ്ലസ് റോ. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഇക്വേഷൻ നമ്പറൊന്നും ഇട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ വെക്കുകയാണ്. അപ്പം ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് മുതലൊന്ന് ഇക്വേഷൻ നമ്പർ എഴുതാണ്ട് ഫസ്റ്റ് ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഫസ്റ്റ് എഴുതിയത്, ദെൻ V കണ്ടുപിടിച്ചല്ലോ, അതിന് ഇക്വേഷൻ നമ്പർ 2, ദെൻ ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൂടെ 3 അല്ലെങ്കിൽ 3A 3B എന്ന് കൊടുക്കുക. ദെൻ ഫൈനലായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ടാൻ തീറ്റ ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, അപ്പോൾ നമ്മൾ എഗൈൻ തീറ്റൻ്റെ ടേം ഒരു ആൾട്ടർനേറ്റ് വേയിൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, എഗൈൻ ഓൾട്ടർനേറ്റീവ് ഫോമിൽ, അതായത് യൂസിങ് കൊസൈൻ ലോ, നമ്മൾ വെക്ടർ അഡീഷനിലെ കൊസൈൻ ലോ യൂസ് ചെയ്താൽ വി ഗെറ്റ് V1 സ്ക്വയർ is equal to V1 ഡാഷ് സ്ക്വയർ പ്ലസ് V സ്ക്വയർ പ്ലസ് 2V1 ഡാഷ് V കോസ് തീറ്റ, വേർ V കോസ് ക്യാപിറ്റൽ തീറ്റ എന്നാൽ V1 ഡാഷിൻ്റെയും വീൻ്റെ ഇടയിലുള്ള ആംഗിളാണ്. അപ്പം ആ റിലേഷന് കോസ് തീറ്റ എന്ത് കിട്ടും? V1 ഡാഷ് മീൻസ് ഇക്വേഷൻ 3Bന്ന് കോസ് തീറ്റ is equal to എന്ത് കിട്ടും? ഇക്വേഷൻ 3B, അതായത് നമ്മൾ രണ്ട് ടേമിലും കോസ് യൂസിങ് ഫിഗർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച് കോസ് സ്മോൾ തീറ്റ is equal to V1 ഡാഷ് കോസ് ക്യാപിറ്റൽ തീറ്റ പ്ലസ് ക്യാപിറ്റൽ B ഡിവൈഡഡ് ബൈ V1. ഓക്കെ, ഇതിൽ V1ന് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V സ്ക്വയർ 2V1 ഡാഷ് സ്ക്വയർ V സ്ക്വയർ പ്ലസ് 2V1 ഡാഷ് V കോസ് ക്യാപിറ്റൽ തീറ്റ. ഈ വിയും V1ഉം V1 ഡാഷും തീറ്റയും ക്യാപിറ്റൽ തീറ്റയും ഒന്നും മാറിപ്പോവരുത്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൈനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഓൾ ഇക്വേഷൻ എന്ത് ചെയ്തു? ക്യാപിറ്റൽ V1 ഡാഷ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. എഗൈൻ അപ്പോൾ എന്ത് വരും? ഇവിടെ V/V1 ഡാഷ് വരും. ദെൻ V1 ഡാഷ് സ്ക്വയർ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എഗൈൻ V1 ഡാഷ് സ്ക്വയർ, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് 1 വരും. ഇവിടെ V സ്ക്വയർ ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡഡ് ബൈ
v1 dash സ്ക്വയർ വരും. ദെൻ 2v1 dash v ഡിവൈഡഡ് ബൈ v1 dash ഹോൾ സ്ക്വയർ വരും. ഒരു v1 dash ക്യാൻസൽ ചെയ്യും. ബാക്കി v ബൈ v1 dash എന്ന റോ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. സോ വി ഗെറ്റ് ഫൈനലി കോസ് സ്മോൾ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ക്യാപിറ്റൽ തീറ്റ പ്ലസ് റോ ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 റോ കോസ് ക്യാപിറ്റൽ തീറ്റ പ്ലസ് റോ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 6ലും ഇക്വേഷൻ നമ്പർ 4ലും നമ്മൾ എന്താണ് രണ്ട് ഭാഗത്തും നമ്മൾ തീറ്റ ഇൻ ടേംസ് ഓഫ് ഒരു റേഷ്യോ റോ വെച്ചിട്ടുള്ള ഒരു റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മൾ ഇനി സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനിഷൻ നോക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് സെൻറ്റർ ഓഫ് മാസിലുള്ള ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് വിച്ച് ഈസ് v1 ഡാഷ്, അതിൻ്റെ റിലേറ്റീവ് സ്പീഡായിട്ടുള്ള സ്മോൾ വി പറഞ്ഞ ഒരു നമ്മൾ ന്യൂ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഒരു വി, അത് ആഫ്റ്റർ കൊളീഷനായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു വി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വി നിങ്ങൾ വേറൊരു ഷേപ്പിൽ എഴുതുക. അപ്പോൾ ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യും, സെൻറ്റർ ഓഫ് മാസിലുള്ള പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ദാറ്റ് ഈസ് വി ഡിഫൈൻഡ് ആസ് v1 ഡാഷ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ റിലേറ്റീവ് വെലോസിറ്റി ദാറ്റ് ഈസ് v. ആഫ്റ്റർ കൊളീഷനുള്ള റിലേറ്റീവ് സ്പീഡാണ് v. രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡാണ് v ആൻഡ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഇക്വേഷൻ v1 ഡാഷ് ഇസ് ഈക്വൽ ടു മ്യൂ ബൈ m1 സ്മോൾ v. അപ്പം ആ ഒരു സ്മോൾ വി നേരത്തെ വി ഒന്നും മാറിപ്പോവരുത്. അപ്പം ഈ ഒരു റിലേഷനിൽ നമുക്ക് റോ മാറ്റി എഴുതാം. റോൻ്റെ എക്സ്പ്രഷനിൽ എന്താ, റോ അറ്റ് ഇസ് റോ v ബൈ v1 ഡാഷ്, വിൻ്റെ വാല്യൂം v1 ഡാഷിൻ്റെ വാല്യൂം കൊടുക്കുക. അപ്പം കൊടുക്കുമ്പോൾ വി ഗെറ്റ് റോ ആസ് ഒക്കെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. v ബൈ v1 ഡാഷ് ഇസ് ഈക്വൽ ടു റോ ദാറ്റ് ഈസ് v ഇസ് ഈക്വൽ ടു എന്താണ് മ്യൂ ബൈ v0 ഡിവൈഡഡ് ബൈ m2 ആൻഡ് v1 ഡാഷ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു v m1. ദെൻ ക്യാൻസലിങ് മ്യൂ വി ഗെറ്റ് m1 ബൈ m2 v0 ബൈ v. അപ്പോൾ v0 പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇനീഷ്യൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി ആയിരുന്നു. v എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിലുള്ള റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ ഒരു ഇലാസ്റ്റിക് കൊളീഷനാണ് കൺസിഡർ ചെയ്തതെങ്കിൽ അവിടെ എപ്പോഴും കൈനറ്റിക് എനർജി റിമൈൻസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇനീഷ്യൽ ബിഫോർ സ്കാറ്ററിങ്ങുള്ള വെലോസിറ്റി ഷുഡ് ബി ഈക്വൽ ടു ആഫ്റ്റർ സ്കാറ്ററിങ് ദാറ്റ് ഈസ് v0 ബൈ v. അപ്പോൾ വി ഗെറ്റ് റോസ് ഈക്വൽ ടു m1 ബൈ m2. ഇത് ഇലാസ്റ്റിക് കൊളീഷൻ്റെ കേസിലാണ്. അപ്പോൾ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനർജീസ് ഓർ സ്പീഡ് ദാറ്റ് ഈസ് റോ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനർജി ആൻഡ് സ്പീഡ് ഇഫ് ദ സ്കാറ്ററിങ് ഈസ് ഇലാസ്റ്റിക്. ഇനി കൊളീഷൻ എന്താണ്, ഇൻഇലാസ്റ്റിക് കേസിലാണെങ്കിൽ ദ ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, ചേഞ്ച് ചെയ്യും. അപ്പം നമുക്ക് നേരത്തെ പോലെ റോസ് ഈക്വൽ m1 ബൈ m2 എന്ന് എഴുതാനില്ല. അപ്പം ടോട്ടൽ കൈനറ്റിക് എനർജിയാണ് ചേഞ്ച് ചെയ്യുക, ബട്ട് ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. സിമിലർലി ടോട്ടൽ മൊമെൻറ്റും എന്തായിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. അപ്പം ആ ഒരു ടൈമിലുള്ള ഇൻഇലാസ്റ്റിക് കേസിലുള്ള നമുക്ക് കൊളീഷൻ്റെ എനർജി ചേഞ്ച്, കൈനറ്റിക് എനർജി ചേഞ്ച് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇൻഇലാസ്റ്റിക് കേസിലേക്ക് കടക്കുന്നില്ല. ഇപ്പം തന്നെ വീഡിയോ ഏകദേശം 22 മിനിറ്റ്സായി. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം. അതായത് നമ്മൾ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിൻ്റെ കേസ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഡെറിവേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാനിവിടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടിയത് കൊണ്ട് മാത്രം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.